സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും വലിയ കുട്ടികളുടെ ഇങ്ങനൊരു ഇഷ്യൂ എന്തുകൊണ്ടാണ് കേസിന് ഇറങ്ങാൻ പറ്റാത്തത്? അല്ല, തീർച്ചയായും വളരെ ഗൗരവമായ പ്രശ്നമാണ് കീമുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. സർക്കാരിന് ഒരു കാര്യത്തിലും ഒരു പിടിപ്പില്ല, അവർക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് കിം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. KSU അതിനെ ശക്തമായി തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലാം നടന്നു. ഇതെന്താ പ്രശ്നം വെച്ചാൽ എല്ലാ ദിവസവും ഇവരുടെ ഭരണകാലത്ത് ഏറ്റവും വലിയ ഒരു ഡീലോ ഒരു കുഴപ്പം എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, എല്ലാ രംഗത്തും എല്ലാ രംഗത്തും ഓരോ ദിവസവും ഓരോരോ പുതിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഗതികെട്ടൊരു കാലം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കീമുമായിട്ട് ബന്ധപ്പെട്ട സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഗൗരവമായി കാണുന്ന പ്രശ്നമാണ്. അല്ല, അദ്ദേഹം പ്രതിഷേധം പോരാന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല, അത് താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പഴയ കാലത്തെ പോലെ സജീവരാകുന്നില്ല എന്നുള്ളൊരു പൊതുവെ ഒരു വികാരമുണ്ട്. അത് കുര്യൻ സാറ് സതുദ്ദേശപരമായി നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതല്ല. അതേ മീറ്റിങ്ങിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അത് ശിരസാ വഹിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത്. കുര്യൻ സാർ പറഞ്ഞത് ഞങ്ങൾ ഉൾക്കൊള്ളും എന്നാ പറഞ്ഞത്. കുര്യൻ സാർ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്. രാഹുല് അല്ല, അദ്ദേഹം സ്വീകരിക്കണ്ട. അദ്ദേഹത്തിന് സൗകര്യമില്ല, അദ്ദേഹം സ്വീകരിക്കണ്ട. ഇത്രയുള്ള പ്രശ്നം. കുര്യൻ സാറ് പറഞ്ഞ സതുദ്ദേശപരമായിട്ടാണ്. അത് അന്ന് വാർത്തയായില്ല, പിറ്റേ ദിവസം വാർത്തയായില്ല. മൂന്നാമത്തെ ദിവസമാണ് ദർ ഇസ് എ കണ്ടന്റ് ഓഫ് ന്യൂസ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് അത് വാർത്തയാക്കിയത്. അല്ലാതെ 1, 2, 3 ദിവസങ്ങളിൽ കുര്യൻ സാറിൻ്റെ പരാമർശം വാർത്തയായിരുന്നു. നിങ്ങളെല്ലാവരും അവിടെ പ്രസൻറ്റുമായിരുന്നു. നിങ്ങളെല്ലാവരും ക്യാമറയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും തോന്നാത്തൊരു പ്രശ്നമാണ് പിന്നീടൊരു വാർത്തയായത്. സത്യത്തിൽ അന്വേഷണം വേണ്ടത് അതിനെക്കുറിച്ചാണ്. അല്ലല്ല, നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈബ്രറി കാണുമല്ലോ, നിങ്ങളുടെ ലൈബ്രറി കാണും. യൂത്ത് കോൺഗ്രസ് ഒക്കെ കുറച്ചുകൂടി ശക്തമായാലേ ഞങ്ങളുടെ സംഘടന 2026 തിരിച്ചു വരൂ എന്നുള്ള ഒരു പൊതുധാരണയുടെ പ്രതിഫലനമാണ് കുര്യൻ സാറിൻ്റെ പ്രസംഗം. അല്ലാതെ കുര്യൻ സാറ് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ ആക്ഷേപിക്കാനോ സംസ്ഥാന പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം നല്ലൊരു കാര്യം പറഞ്ഞു, അത് ശരിയാണ്, അത് ഒരു തെറ്റുമില്ല. അപ്പോൾ എന്താണ്, അത് അവിടെ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം അത് ഉൾക്കൊണ്ടു. പിന്നെ അതൊരു വിവാദമാകുക, അതൊരു വ്യക്തിയെ ആക്ഷേപിക്കുക, അദ്ദേഹത്തെ കടന്നാക്കാൻ, അതൊന്നും ഒരു ശരിയായില്ല. തികച്ചും അനാവശ്യമാണ്. അച്ചടക്ക ലംഘനമാണ്. അത്തരം കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി നേതാക്കന്മാരെ അനാവശ്യമായി ആക്രമിക്കുന്നത് ആര് ചെയ്താലും അത് ശക്തമായ നടപടി ആവശ്യമുള്ള കാര്യമാണ്. അത് CPM ഇല്ലാത്ത, ഞങ്ങളുടെ പാർട്ടിയിൽ ഇഷ്ടം പോലെ പറയാം. ഈ സ്ഥാനാർത്ഥി അടക്കം അദ്ദേഹം ആദ്യം അതാ പറഞ്ഞു, പാർട്ടി ആർക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അതിന്റെ ഒരു പരാജയമാണ് ഉണ്ടാകുന്നതാണ്. അല്ല, അത് KPCC പ്രസിഡന്റ് കൂടി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും അതുപോലെ UDF കൺവീനറും ഒക്കെ ഇരിക്കുന്ന വേദിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റാണ് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. എനിക്ക് അതിനുള്ള ഈ മാൻഡേറ്റ് ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല. KPCC പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. 2026 ഞാനുണ്ട്. നിങ്ങളാണ് വിചാരിച്ചത് നിങ്ങളുടെ സഹായിച്ചാൽ മത്സരിക്കാം. ആലപ്പുഴയോ വൈകുണ്ട് എന്തോ ഓരോ ദിവസവും ഓരോ പേരുകൾ ഇടുകയാണ്.
അപ്പം ഞങ്ങൾ ജയിക്കുന്ന മനസ്സിലായോടുകൂടി ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പല പല പേരും ഈ പ്രചരിക്കുന്ന ഒരു പേരും സാധ്യമാവില്ല. അത് മനസ്സിലായിരിക്കും. ഞങ്ങളിപ്പോൾ വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. സന്തോഷമേ ഉള്ളൂ എനിക്ക്. ഞാൻ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, സന്തോഷമാണ്. അങ്ങനെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, വളരെ സന്തോഷത്തോടെ മത്സരിക്കും. അല്ല നമുക്കൊരു അതിൻ്റെ പേരിലൊരു ഡിമാൻഡോ അതിന് വേണ്ടി ഒരു ലോബിയിങ്ങോ ഒന്നുമില്ല. നമ്മളത്ര എനിക്ക് കഴിഞ്ഞ പല ഇലക്ഷനിൽ എൻ്റെ പേരിങ്ങനെ എയറിൽ വന്നതാണ്, പല ഇലക്ഷനിലും വന്നിട്ടുണ്ട്. ഞാൻ KSU സ്റ്റേറ്റ് ഭാരവാഹിയായിരിക്കുമ്പോൾ തന്നെ എന്നെ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മാസിക പടം സഹിതം പ്രസിദ്ധീകരിച്ച. പക്ഷേ എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. പിന്നെ എല്ലാവരും യോഗ്യത. അയോഗ്യരായിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ആരുമില്ല. അയോഗ്യരായിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ആരുമില്ല. പിന്നെ ഞാൻ പൊതുരംഗത്ത് ഇരിക്കുന്ന ആളല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും 40-40 വർഷമായിട്ട് പൊതുരംഗത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആത്മവിശ്വാസം.